ഹലോ, നമസ്കാരമുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് നമ്മുടെ മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഒരു 4 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ഇന്ത്യക്കാരിയാണ്, ഇല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. അതുകൊണ്ടാണ് ഞാനിത് ഓക്കെ. അപ്പം ഞാൻ പറയാൻ വന്നത് ഇന്ത്യ ഗാന്ധിജി. ഇന്ന് ഈ ഗാന്ധിജിയെ കുറ്റം പറയുന്ന ഈ മനുഷ്യൻ പോലും അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യനെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം തലയിൽ വല്ലതും ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഓരോരുത്തരും ഈ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നെഹ്റു, ഗാന്ധിജി അവരെയെല്ലാം കുറ്റം പറയുന്ന പോട്ടെ, ഇന്ദിരാഗാന്ധിനെയും നമ്മുടെ രാജീവ് ഗാന്ധിനെയൊക്കെ പറയുന്നതൊക്കെ വിട്ടേക്ക്. പക്ഷേ അവരെ പറയാൻ പാടില്ല. നമ്മുടെ ഇന്ത്യക്ക് ഇന്ന് നമ്മൾക്ക് ഓരോ തുള്ളി രക്തവും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഗാന്ധിജി എല്ലാവരും ഓരോ തുള്ളി രക്തം ചിലവാക്കിയിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യക്ക് ഇന്ന് നമ്മൾ ഇന്ത്യയാണെന്ന് നെളിഞ്ഞു നിന്ന് പറയാനുള്ള ചങ്കൂറ്റത്തോടുകൂടി ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയാനുള്ള അധികാരം വാങ്ങിത്തന്ന മനുഷ്യരാണ് ഗാന്ധിജി. അതുകൊണ്ട് അത് പറയാനൊന്നും ഈ പാർട്ടിക്കും ഈ പാർട്ടിയിലെ ആൾക്കാർക്കും വലിയ യോഗ്യതയൊന്നുമില്ല. ഞാൻ ഗാന്ധിജിയെ കാണുന്നത് ദൈവങ്ങൾക്ക് തുല്യമായിട്ടാണ് ഞാൻ ഗാന്ധിജിയെ കാണുന്നത്. ഗാന്ധിജി എന്ന ഒരു മനുഷ്യൻ അന്ന് നമ്മൾ ഇന്ത്യക്കാരനെ ബ്രിട്ടീഷുകാരൻ്റെ അടുത്ത് അംഗം വെട്ടി നിന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇങ്ങനെയൊന്നും ആയിട്ട് ജീവിക്കില്ലായിരുന്നു. ഇത്രയും ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞ് നെളിഞ്ഞ് നടക്കാൻ സാധിക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഗാന്ധി കുടുംബത്തിന് അർഹതയില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒന്ന് ചിന്തിക്കണമായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് അർഹതയില്ല? അവരിൻ്റെ ഓരോ തുള്ളി രക്തവും ഇന്ത്യക്ക് വേണ്ടി ചിലവാക്കിയതാണ്. മനസ്സിലാവുണ്ടോ? ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഞാനിവരിൻ്റെ പാർട്ടിൻ്റെ പേരിനെയോ ഇല്ലെങ്കിൽ പാർട്ടി ഭരിക്കുന്ന ആൾക്കാരിൻ്റെ പേരിനെയോ ഒന്നും പറയുന്നില്ല. കാരണം അവരൊന്നും ചെയ്യുന്നത് എനിക്ക് സംസാരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. തലയ്ക്ക് വിവരമില്ലാത്ത വർത്തമാനങ്ങളാണ് അവർ പറയുന്നത്. അതായത് അല്പന് കുട കിട്ടിയാൽ അർദ്ധരാത്രി പിടിക്കുമെന്ന്. അതാണിപ്പോൾ ഇന്ത്യ ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് ഭരിക്കാൻ അറിയുന്ന ആൾക്കാർ ഭരിക്കണം, എന്നാലേ ഇന്ത്യക്ക് ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ ഭരിച്ച് പട്ടിണിക്കാർ കൂടിപ്പോയി. ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കക്കൂസ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഗ്യാസ് കുറ്റി കൊടുത്തിട്ടുണ്ടെന്ന്. ഒരു പ്രാവശ്യം ഒരു ഗ്യാസ് കുറ്റി കൊടുത്താൽ പിന്നെ ഇനി ആ ഗ്യാസ് കുറ്റിയിൽ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കുശിവിടാൻ പറ്റുമോ? ഗ്യാസ് നിറയാൻ, ഒരു ഗ്യാസ് നിറയ്ക്കാൻ ഇത്രയും വില കൂട്ടിയിട്ട് ഓരോ ഗ്യാസ് കുറ്റി ഫ്രീ ആയി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി എല്ലാവരും ഒരു കാര്യം ചെയ്യുന്നത്, കുശി വിടുന്നത് ഗ്യാസ് കുറ്റിൻ്റെ മുകളിലിരുന്ന് വിട്ടു പറഞ്ഞാൽ അത് നിറഞ്ഞോളും. അപ്പോൾ അത് കത്തിക്കാൻ പറ്റും. അതാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വണ്ടി എല്ലാത്തിനും വില കൂട്ടിയില്ലേ? പെട്രോളിന് വില കൂട്ടിയില്ലേ? അതിൽ മൂത്രം ഒഴിച്ചാൽ മതി. ഇനി ഈ ഭരിക്കുന്ന ആൾക്കാരിൻ്റെ മൂത്രം വാങ്ങിയിട്ട് അതിലൊഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വണ്ടിയും ഓടും. അല്ലാതെ എണ്ണയ്ക്ക് വില കൂടിയതിന് ഒരു വഴിയും കാണുന്നില്ലല്ലോ. ഒരു വണ്ടി വാങ്ങുന്നതിന് കയ്യിലും ആകും ഒരു മാസം എണ്ണയടിക്കുന്ന പൈസ. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ ചാനൽ ചർച്ചകളിൽ ദയവ് ചെയ്തിട്ട് 24ഉം അവരും എല്ലാ ചാനലുകാരും കൊണ്ടിരുത്തുന്ന കുറേ ഊളന്മാരുണ്ട്. ആ ഊളന്മാരിനെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇമാതിരി വർത്തമാനം പറയുന്നത് എനിക്ക് ഈ അത് കാണുമ്പോൾ കേൾക്കുമ്പോൾ അവിടെ പോയിട്ട് അവന്മാരിൻ്റെ ചെപ്പം കുറ്റിക്ക് നന്നാളം കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. അമ്മാതിരിയുള്ള വർത്തമാനവും വെറും തൊള്ള തുറന്ന നുണ മാത്രം പറയുന്ന ചാനൽ ചർച്ചയ്ക്ക് ദയവ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇരുത്തരുത് നിങ്ങൾ. ഇതൊക്കെ മനുഷ്യന്മാർ കേൾക്കുന്നതല്ലേ? എന്താ ഈ ഓരോ ചാനലിൽ വന്നിട്ട് ഈ ചന്തയിൽ മീൻ വിൽക്കുന്ന പെണ്ണുങ്ങളും ഈ ചന്തയിലുള്ള ആണുങ്ങളും വർത്തമാനം പറയും പോലെയാണ് TV ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പം എനിക്ക് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ബെല്ലൈക്കൻ അമർത്തണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മഹാത്മാഗാന്ധിജിനെ കുറിച്ച് ഇനി നോക്കിയിട്ടോ, കുറച്ച് നാളും കൂടി ഇവരിൻ്റെ കയ്യിലാണ് ഇനി ഭരണം വരുന്നെങ്കിൽ ഇനി പുതിയ നോട്ടടിക്കുമ്പോൾ ഈ ഗാന്ധിജിൻ്റെ തലയുണ്ടല്ലോ നോട്ടിലത്തെ, അതെടുത്ത് കളയും ഇവർ.
ഈ പറഞ്ഞ ആൾക്കാർ ഇനി ഇന്ത്യയിൽ പണം അടിക്കുന്നുണ്ടെങ്കിൽ, റിസർവ് ബാങ്ക് അടിക്കുന്നുണ്ടെങ്കിൽ, അത് ഇന്ദിരാഗാന്ധി അല്ല ഗാന്ധിജിൻ്റെ തലയുള്ള ഫോട്ടോ എടുത്ത് കളഞ്ഞിട്ട് ഇനി ഭരിക്കുന്ന ആൾക്കാരിൻ്റെ തല വയ്ക്കും അതിൽ. അതാണ് ഇനി വരാൻ പോണത്. അതിൻ്റെ കീഴിൽ കുറേ തലയിൽ വെളിവില്ലാത്ത കുറേ ആൾക്കാർ ഇന്ത്യയിലും കേരളത്തിലും ഇങ്ങനെ ഈ ചാണകം തിന്നുന്ന ആൾക്കാരുണ്ടല്ലപ്പാ, തലയ്ക്ക് വെളിവില്ലാത്തവർ. ഇന്ന് സമാധാനമുണ്ടോ ഭരണത്തിൽ? പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ വിലക്കയറ്റം കൊണ്ട്? എന്താ അത്? നമ്മുടെ ഇന്ത്യ കുട്ടിച്ചോരായിപ്പോയി. ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞിട്ട് കെട്ടുപോയി ഞങ്ങൾ. ഒന്ന് നോക്കിയാൽ വെളിരാജ്യമാണ് നല്ലത്. ഒരു രാജ്യത്തിലെ ഒരു ജാതിയാണ് ഭരിക്കുന്നെങ്കിലും അന്തസ്സായിട്ട് അവർ ഭരിക്കുന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുണ്ട്. എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം ഉള്ളത് ഗൾഫ് നാടുകളിൽ സ്ത്രീകൾക്കുണ്ട്. അതുപോലെ കൊലപാതകങ്ങൾക്കുണ്ട്, റേപ്പ് കേസിനുണ്ട്, പീഡിപ്പിക്കലിനുണ്ട്, കൊലപാതകങ്ങൾക്കുണ്ട്, കള്ളുകുടിച്ച് കൂത്താടി നടക്കുന്നതിനുണ്ട്. നമ്മുടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്ന് പറഞ്ഞിട്ട് എന്താ നടക്കുന്നത്? ഒരു സ്ത്രീക്ക് 5 മണി 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇറങ്ങി നടക്കാനുള്ള ധൈര്യമുണ്ടോ ഏതെങ്കിലും ഒരു സ്ത്രീക്ക്? ഉണ്ടോ? കാരണം എന്താന്ന് പറഞ്ഞാൽ കഴുകൻ കണ്ണുകളാണ് ഉള്ളത്. കഴുകൻ കണ്ണുകൾ എന്ന് എപ്പോഴാണ് സ്ത്രീകളെ കൊത്തിപ്പറിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളിനെ. എനിക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറപ്പാണ് എനിക്ക് ഇന്ത്യ ഇന്നത്തെ ഭരണഘടനയിലെത്തിയും ഇപ്പോഴത്തെ ഇന്ത്യ ഭരിക്കുന്നതും ഈ സമാധാനമില്ലാത്ത ഈ കാലഘട്ടവും ആലോചിക്കുമ്പോൾ. ഗാന്ധിജിയെ കുറ്റം പറയാൻ മാത്രം ഏതാൾക്കാർക്കും വളർന്നിട്ടില്ല. കാരണം അവർക്കേ ഇന്ത്യ ഭരിക്കാനുള്ള അർഹതയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഓരോരുത്തരെയും ഈ രാജീവ് ഗാന്ധിൻ്റെ ആയാലും ഇന്ദിരാഗാന്ധിനെ ആയാലും ഗാന്ധിജിനെ ആയാലും അവരിൻ്റെ കൂടെ നടന്ന് അവരിൻ്റെ ചോറും തിന്നിട്ട് അവരിൻ്റെ കൂടെ നടന്ന് അവരെ വെടിവെച്ച് കൊന്ന ആൾക്കാരെ എന്തെന്നാണ് പറയേണ്ടത്? നന്ദിയില്ലാത്ത വർഗങ്ങൾ, ഇല്ലെങ്കിൽ നന്ദിയില്ലാത്ത പാർട്ടി. അവരല്ലേ ഇതൊക്കെ ചെയ്തത്? ഇന്ദിരാഗാന്ധിനെയും രാജീവ് ഗാന്ധിനെയും ഗാന്ധിജിനെയും എല്ലാം കൊന്നൊടുക്കിയത്. എന്നിട്ട് ഇന്നിപ്പോൾ ഈ ഗാന്ധിജിനെ കുറ്റം പറയാൻ മാത്രം അർഹത ഈ പറഞ്ഞ വ്യക്തിക്ക് ഉള്ളത് എന്താ ഉള്ളത്? ഈ പറഞ്ഞ വ്യക്തി എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു സമാധാനപരമായിട്ട് ഗാന്ധിജിയെ പോലെയാണോ? പിന്നെ ആ ഗാന്ധിജിനെക്കുറിച്ച് പറയാൻ ഈ പറഞ്ഞ മനുഷ്യന് എന്താണ് അർഹതയുള്ളത്? ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ പറയുന്നത് ദൈവത്തിന് തുല്യമായിട്ടുള്ള മനുഷ്യനെ ദൈവത്തിൻ്റെ കൂടെ വെച്ച് പൂജിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രമാത്രം മഹത്വമുണ്ട് ഗാന്ധിജിക്ക്. മനസ്സിലാവുണ്ടോ? അത് ജനങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ പ്രതികരിക്കണം. ഇതെല്ലാം കേട്ടിട്ട് ഈ കോടതികളൊന്നും ഇല്ലേ? ഇല്ലെങ്കിൽ കോടതിയിൽ വലിയ വലിയ ജഡ്ജിമാരില്ലേ, വക്കീലുമാരില്ലേ? ആരിനെയാണ് ഈ കുറ്റം പറയുന്നത്? നമ്മുടെ ഗാന്ധിജിനെ. നമ്മൾക്ക് ഇന്ന് സംസാരിക്കാനും ഇറങ്ങി നടക്കാനും എല്ലാത്തിനും സ്വാതന്ത്ര്യം വാങ്ങി തന്ന നമ്മളുടെ ഗാന്ധിജിയെ കുറ്റം പറയുമ്പോൾ അതിന് പ്രതികരിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ പിന്നെ ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുണ്ട്? അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് 4 വാക്ക് പറയാൻ വന്നത്. അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു മിലിറ്ററിക്കാരൻ്റെ, എൻ്റെ അച്ഛൻ ഒരു മിലിറ്ററിക്കാരനാണ്, ആ മിലിറ്ററിക്കാരൻ്റെ മകളാണെന്ന് പറയുന്നതിലും ഒരു കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നതിലും ഞാൻ അഭിമാനം കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഗാന്ധിജിയെ കുറ്റം പറയുന്ന ആ ആൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ വ്യക്തിനെ കുറിച്ച് പറയാൻ 4 വാക്ക് പറയാൻ കിട്ടുന്ന ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ കോൺഗ്രസ്സുകാരിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ലാതായി പോകും. അപ്പോൾ എല്ലാവരും പ്രതികരിക്കണം, എല്ലാവരും കാണണം. ആ പറഞ്ഞ വ്യക്തിൻ്റെ പാർട്ടിക്കാർ ആരത് ചിന്തിക്കുന്നോ? ഇപ്പം അല്ല, എനിക്ക് അവർക്ക് വേണ്ടി നിന്ന സ്ഥാനാർത്ഥികളുണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിൽ. ഇന്ത്യയിൽ വിട്, ഇന്ത്യയിലത്തെ എനിക്കൊന്നും അറിയില്ല. കേരളത്തിലത്തെ ആൾക്കാർ അവരൊക്കെ ശരിക്കും പറഞ്ഞ ചോറ് തന്നെയാണോ തിന്നുന്നത്? ആ ചോറ് തിന്നുന്ന ആൾക്കാർ ആരും ഗാന്ധിജിയെക്കുറിച്ച് കുറ്റം പറയുന്ന ആളിൻ്റെ കൂടെ കൂട്ടു നിൽക്കില്ല. അതാണ് പറഞ്ഞത്. നല്ല വ്യക്തികളാണ്, പക്ഷെ ആ വ്യക്തികൾ പോയി നിന്ന സ്ഥലം ശരിയല്ല.
അതാണ് നമ്മളെപ്പോഴും നമ്മൾ നിൽക്കുന്ന സ്ഥലം കൂടി കുറച്ച് നല്ലതായിരിക്കണം. നമ്മൾ മാത്രം നല്ലതായിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും പ്രതികരിക്കുക, എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, വലിയൊരു ഇറ്റ്സ് സല്യൂട്ട്. ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ ആ മനുഷ്യനെക്കുറിച്ച് ഞാനിന്ന് ഒരുപാട് താഴ്ന്ന ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഓക്കെ, ബൈ, സല്യൂട്ട്.